ഹലോ കൂട്ടുകാരെ, ഞാൻ ശ്രീകാന്ത് സാറ്. നിങ്ങളെ മലയാളം പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന അധ്യാപകനാണ്. സാഡർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മലയാളം പഠിക്കാനായിട്ടുള്ള ആ ഒരു ഇഷ്ടം നിങ്ങളിലുണ്ടായത്? പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അല്ലേ? കവിത ചൊല്ലാൻ ഇഷ്ടമുള്ളവരുണ്ടാകും, കഥ വായിക്കാനായിട്ട്, കഥ എഴുതുവാനായിട്ട് അല്ലേ, കവിത എഴുതാനായിട്ടൊക്കെ പല ഇഷ്ടങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അപ്പോൾ ആ മലയാളം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ, മലയാളത്തിലെ കഥയും കവിതയും ഒക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിലെ പുതിയ ഒരു മലയാള പുസ്തകമാണിപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് അല്ലേ. പഴയ ടെസ്റ്റൊക്കെ മാറി, അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയിരിക്കാം അല്ലേ, ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആ ക്ലാസ്സിലൂടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് പോകാം. അപ്പോൾ മലയാളം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ ക്ലാസ്സിലുണ്ട് അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ പകർത്തി വയ്ക്കാതെ നമ്മുടേതായ ഭാഷയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ഭാഷ എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിൽ ഇന്ന് ഇത്തവണ പഠിക്കാനായിട്ടുള്ളത് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ ഉണ്ട്. അതിനകത്ത് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ളൊരു അധ്യായമാണ്. അപ്പോൾ ഏതാ പഠിക്കാനുള്ളത്? ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പാഠത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കവിത, ചെറിയൊരു കവിത നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒരു 8 വരി കവിത, വളരെ ചെറുതാണ്, ഒരു ചെറിയൊരു കവിതയാണ്. അപ്പോൾ അതെന്താണെന്നൊന്ന് സാറ് നിങ്ങളോട് പറയും. അപ്പോൾ വനപർവ്വം എന്ന ജി കുമാരപിള്ളയുടെ ആ ഒരു കവിതയാണ്. അതിലെ ഇലകൾ എന്നുള്ളൊരു ഭാഗമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ അല്ലേ, തുടക്കം തന്നെ ഇളം കാറ്റ്, തെല്ലൊന്ന് പതുക്കെ. എങ്ങനെയാണ് ഇളം കാറ്റ് തൊടുന്നത്? ഓടി വന്നങ്ങ് തൊടുവാണോ? അല്ല, എങ്ങനെയാണ്? പതുക്കെ മെല്ലെ വന്നൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. എന്തായിരിക്കും സംഭവിക്കുക? കാറ്റ് വന്നൊന്ന് തൊട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ കവി എന്താ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ഇലകൾ അല്ലേ, കവിതയുടെ പേരെന്താണ്? ഇലകൾ അല്ലേ, ഇലകൾ എന്നാണ്. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാണുകെ, മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചൂട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു അല്ലേ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാണുക. എന്തുകൊണ്ടാണ് ഈ മരക്കൊമ്പ് എങ്ങനെ ഇരിക്കുന്ന ഇവിടെ കവി പറയണേ? എന്താ നോക്കിയേ, ഉണങ്ങി ചുരിഞ്ഞും. എങ്ങനെയാണ് നമ്മുടെ മരമൊക്കെ? എങ്ങനെയാണ് ഉണങ്ങി ഇങ്ങനെ ഒട്ടി ഒരു ശക്തിയില്ലാതെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ല ജീവസോട് കൂടി അല്ലേ, ഊർജ്ജസ്വലതയോട് കൂടിയാണ് നമ്മുടെ അല്ലേ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഈ മരം എന്താണ്, കവിതയുടെ മരം എന്താണ് എനിക്ക് പറ്റിയത്? ഉണങ്ങിച്ചുളിഞ്ഞും. എന്താ ഉണങ്ങിയാണ് നിൽക്കുന്നത് അല്ലേ. തുടക്കം തന്നെ ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും തീരെ ശക്തിയില്ലാതെ ഇങ്ങനെ കരിഞ്ഞത് ഇപ്പം താഴേക്ക് വീണു പോകുന്നു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടോ മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും. എന്താ പെട്ടെന്നങ്ങ് ദ്രവിച്ച ഒരു കമ്പ് അങ്ങ് ഒടിഞ്ഞ് താഴേക്ക് ഇപ്പം വീണ് എന്നും പറഞ്ഞുള്ള ആ ഒരു രീതിയിലാണ് ഈ മരക്കൊമ്പുകളുടെ ആ ഒരു നിൽപ്പ്. എന്നിട്ടോ ആ മരക്കൊമ്പ് കാണുകേ, ആ മരക്കൊമ്പ് നമ്മൾ കണ്ടു. എന്നിട്ട് എന്താണ്? മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു. പക്ഷേ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ദാഹിച്ച് നിൽക്കുക അല്ലേ. അങ്ങനെ ദാഹിച്ച് നിൽക്കുന്ന ഈ ഒരു മരക്കൊമ്പിലേക്കല്ലേ ശക്തമായൊരു വേനൽക്കാലം വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു വേനൽക്കാലത്ത് മരങ്ങളൊക്കെ ഉണങ്ങി അങ്ങോട്ട് നശിച്ചു പോകാറായി. അങ്ങ് വെള്ളം കിട്ടാതെ ഉണങ്ങി വരണ്ട് ചില്ലയൊക്കെ ഒടിഞ്ഞ് ഇലയെല്ലാം കൊഴിഞ്ഞു വീണ് ആ മരം ഇല്ലാതായി തീരാറായി. അതെ, പക്ഷെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പച്ച പിടിച്ചൊന്ന് തളിർക്കും. അപ്പൊ കവി പറയുകയാണ് മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു. എന്താ മഴക്കാറ്? മഴ പെയ്യാൻ പോലെ ജൂൺ ജൂലൈ മാസമൊക്കെ നല്ല മഴയായിരുന്നു. നമ്മൾ കുടയൊക്കെ പിടിച്ച് സ്കൂളിലോട്ടൊക്കെ അല്ലേ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഴക്കാറ് കൊണ്ട് മഴത്തുള്ളി വീണു. എന്താ മഴക്കാറ് അങ്ങ് ആകാശത്ത് ഇരുണ്ട് മൂടിയപ്പോൾ എന്താ അതിൽ നിന്ന് മഴത്തുള്ളി ഇങ്ങനെ പതുക്കെ 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 ഇങ്ങ് വന്ന് മരത്തിൻ്റെ കൊമ്പിൽ വീണ് മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഈ മഴത്തുള്ളി അങ്ങ് വന്ന് വീണപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഉയ്യോ, എന്താ സംഭവിച്ചേ?
ആ എന്തോ ഒരു ജീവൻ കിട്ടിയ പോലെ മരം അങ്ങ് അല്ലെ അങ്ങ് തളിരിടാൻ തുടങ്ങി. മരത്തിന് അങ്ങ് വല്ലാതൊരു ആശ്വാസമായി. ഒരിറ്റ് ദാഹത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ മരത്തിന് എന്ത് പറ്റി? ആ മഴത്തുള്ളിയുടെ ആ ഒരു വീഴ്ച എന്താണ്? വളരെയേറെ ആശ്വാസം നൽകി. മഴത്തുള്ളി തൊട്ടോ ഒരു മഹേന്ദ്രജാലം, എന്തോ ഒരു മാജിക് പോലെ, ഒരു മഹേന്ദ്രജാലം, ഒരു പെട്ടെന്ന് ഒരു അത്ഭുതം പോലെ ഒരു അത്ഭുതം സംഭവിച്ചു അവിടെ. എന്താണ്? മഴത്തുള്ളി തൊട്ടോ ഒരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും, മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും, കുരുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി. എന്താ സംഭവിച്ചത് ഇവിടെ? ആ മഴത്തുള്ളി വന്നങ്ങ് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒന്ന് തൊട്ടപ്പോ, മഴത്തുള്ളി വീണപ്പോ പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. തരിച്ചു, മരം അങ്ങ് തരിച്ചു തുടിച്ചു. മരത്തിന് ആകെപ്പാടെ ഒരു ഉന്മേഷം ഉണ്ടായി. അത് മരക്കൊമ്പിലേക്കെല്ലാം ആ ഒരു ഉന്മേഷം പടർന്നു. മരത്തിനൊരു ശക്തി കിട്ടിയ പോലായി അല്ലേ? കടുത്ത വേനൽ ഇങ്ങനെ വറ്റി വരേണ്ട ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളാണെങ്കിലും ദാഹിച്ച് വലഞ്ഞിങ്ങനെ നടക്കുക. പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് അല്ലേ? അപ്പൊ ആ ആശ്വാസമാണ് ആർക്കുണ്ടായത്? ആ നമ്മുടെ മരത്തിനുണ്ടായത്. ഇലകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇലകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു ശക്തി കിട്ടി. മരിക്കാനിരിക്കും അല്ലെ, മരിക്കാൻ പോവാന്നും പറഞ്ഞ് ഇരുന്നത്. അയ്യോ ഇപ്പൊ ഞാൻ മരിച്ചു, ഇച്ചിരി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴും. മരക്കൊമ്പ് തോറും, പക്ഷെ മരിക്കാനിരുന്ന ആ മരക്കൊമ്പ് തോറും കുനുത്തു. അതാ അതിന് ശക്തി കിട്ടി, അതൊക്കെ തളിരിട്ടു, ജീവൻ വെച്ചു. എന്നിട്ടോ കുരുത്തു മുളപ്പായ ചെറിയ മുളച്ചു വന്നു. ഇലകളൊക്കെ മൊട്ടിടാൻ തുടങ്ങി, മുളപ്പായി പൊടിപ്പായി. അങ്ങനെ അത് വളരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടായി, ഒരു അവസരമുണ്ടായി ഈ മഴത്തുള്ളി വന്നു വീണപ്പോ. അങ്ങനെ എന്താണ്? ഇലകളൊക്കെ ഉണ്ടായി. ആ വേനൽക്കാലത്ത് ഈ ഒരു മഴത്തുള്ളി, ഈ മഴ വന്നു വീണപ്പോ ആ ചെടിക്കുണ്ടായ ഒരു മാറ്റം, അതൊരു വലിയ മാറ്റമായിരുന്നു കേട്ടോ. അപ്പൊ എന്താ സംഭവിച്ചത്? ഇലകളൊക്കെ ഉണ്ടായി, എന്താ മരിക്കാറായി. ഇതുകൂടെ തന്റെ ജീവിതം അവസാനിച്ചു വന്നപ്പോ പെട്ടെന്ന് ഒരാളങ്ങ് ഒരു മാജിക് പോലെ കാർമേഘം തൻ്റെ വെള്ളത്തുള്ളികൾ നൽകി ആ വൃക്ഷത്തെ അങ്ങ് രക്ഷിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? വൃക്ഷം കൂടുതൽ ശക്തിയായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതാണ് ഇലകൾ എന്ന ഈ ഒരു കവിതയിൽ ആര് പറയുന്നത്? വനപർവം എന്ന് പറയുന്ന ആ കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ജി കുമാരപിള്ളയാണ് ആരെഴുതിയിരിക്കുന്നത്? ജി കുമാരപിള്ള എഴുതിയ കവിതയാണ് ഏത്? വനപർവത്തിലെ ഇലകൾ. അപ്പൊ ഇലകൾ എന്ന കവിത എന്താണ്? ഒരു വേനൽക്കാലത്ത് വറ്റി വരണ്ട് നിന്ന ഒരു വൃക്ഷം ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹിച്ചു. പക്ഷെ ഒരിറ്റ് വെള്ളം പോലും കിട്ടിയില്ല. ഉണങ്ങി വരണ്ട് തൻ്റെ ചില്ലകളൊക്കെ ഉപ്പ് ഒടിഞ്ഞു വീഴുമെന്ന് കരുതിയപ്പോൾ പെട്ടെന്ന് ഒരു ജലത്തുള്ളി, ഒരു കാർമേഘം വർഷിച്ച് ജലത്തുള്ളി വീണ് അതിന് പുതുജീവൻ ഉണ്ടായി. അതിന് പുതിയൊരു ജീവൻ കിട്ടി, തളിരിട്ട് അത് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇലകൾ തളിരിട്ട് വന്നപ്പോൾ അതിനൊരു പുതിയ ജീവൻ ഉണ്ടായി എന്ന് പറയുകയാണ്. അതാണ് കവിത. അപ്പൊ കവിതയുടെ പേര് ഓർത്തോണം, ഇലകൾ എന്നാണ്. വനപർവമാണ് കവിതാ സമാഹാരം. പിന്നെ ജി കുമാരപിള്ളയാണ് എഴുതിയത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു ചോദ്യം അല്ലെ, എല്ലാ പാഠത്തിൻ്റെ കൂടെ ഒരു ചോദ്യമുണ്ട്. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? അല്ലെ, മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക അല്ലേ, ഒരു ചോദ്യമാണ്. കവിതയിലെ ആശയമാണോ? ഈ ചിത്രം കാണുമ്പോൾ കവിതയിലെ ഒരു ചെടി അല്ലെ, ഒരു വൃക്ഷം നിൽപ്പുണ്ട് അല്ലേ, മഴത്തുള്ളി വന്ന് ഇങ്ങനെ മെല്ലെ പതിക്കുന്നു. ഇപ്പൊ ഇലകളൊക്കെ കണ്ടോ മൊട്ടിടുന്നത് നിങ്ങൾക്ക് കാണാം. ഇലകളിലേക്കൊക്കെ വെള്ളം വന്ന് പതിക്കുക അല്ലേ, അതൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നത് അല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ വൃക്ഷത്തിനുണ്ടാകുന്ന മാറ്റം കവിതയിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കവിതയിലും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ചോദ്യത്തിന്റെ ഒരു ആൻസർ, കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? കേട്ടോ, മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. കവിതയിലെ ആശയം തന്നെയാണ്. എങ്ങനെ നമ്മൾ ആൻസർ എഴുതും? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ടീച്ചർ നിങ്ങളോട് ചോദിക്കുക? അപ്പൊ നിങ്ങൾ എന്താ പറയുക? എന്തായിരിക്കും നിങ്ങൾ പറയുക? ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യും? പതുക്കെ ചിന്തിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി ഉത്തരം അല്ലേ. കവിത ഏതായാലും നമ്മൾ പഠിച്ചു, ഇലകൾ എന്നാണ് കവിതയുടെ പേര് അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം എങ്ങനെ എഴുതുന്നു? കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ. ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന മരക്കൊമ്പുകളിൽ ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ വന്നു പതിക്കുന്നു. ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലകളിൽ ജീവന്റെ സ്പർശമായി ജലത്തുള്ളികൾ പതിക്കുമ്പോൾ പുതിയ തളിരിലകൾ മുളച്ചു വരുന്ന ഇന്ദ്രജാലമാണ് കവി തൻ്റെ വാക്കുകളിലൂടെ വരച്ചിടുന്നത്. മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി എന്ന് കവി എഴുതിയത് എന്താ? അതുകൊണ്ടാണ്. അങ്ങനെ
ചിത്രവും കവിതയിലെ ആശയവും എന്താണ്? ഒന്നാണ്. ചിത്രവും കവിതയിലെ ആശയം എന്തുകൊണ്ടാണ് ഒന്നായത്? ആ കവിതയിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെയുള്ളത്, നമ്മുടെ ചിത്രത്തിലുള്ളത് അല്ലേ? കവിതയിൽ പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. ഒരു മരത്തിൽ നിന്ന് ആ മരത്തിലേക്ക് മരത്തുള്ളി വന്ന് വീഴുമ്പോൾ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണ് അല്ലേ? വലിയൊരു മാറ്റം ഉണ്ടാകുക അല്ലേ? അത് ഇലകളൊക്കെ വിടർന്ന് അല്ലേ, ഇലകളൊക്കെ വെച്ചത് ഒരു ജീവൻ സുറ്റ് അല്ലെ, ഒരു ജീവനുള്ളതായിട്ട് ആ ഒരു വൃക്ഷം മാറുകയാണ്. അപ്പൊ ഇലകൾ എന്ന കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഈ കവിത ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് സാറ് പറഞ്ഞ ഈ കവിതയുടെ ആശയം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ മനസ്സിലായത് അത് നിങ്ങളൊന്ന് നോട്ട്ബുക്കിലോ പേപ്പറിലോ ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മറക്കില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മുടെ പാഠം തുടങ്ങുന്നത് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ അല്ലേ? പാഠഭാഗം തുടങ്ങി. ഇനി ആ കവിതയുടെ വരികളൊക്കെ നമ്മൾ കേട്ടു പഠിച്ചു. നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ഇപ്പൊ തുടക്കം ഇങ്ങനെയാണ്: എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അദ്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാമെന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചകൾ അല്ലേ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? മണ്ണും മലയും പുഴകളും കാടും അല്ലേ? ഇപ്പം എത്ര നല്ല പ്രകൃതി സൗന്ദര്യമാണ് പ്രകൃതി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ കാട് കാണാൻ പോകാറുണ്ട്, പുഴ കാണാൻ പോകാറുണ്ട് അല്ലേ? ഇതൊക്കെ പോകുന്ന എന്തിനാണ്? പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ പാഠഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ അല്ലേ? കുറിഞ്ഞിപ്പൂക്കൾ കണ്ടിട്ടില്ലേ? നോക്കിയേ അല്ലേ, വളരെ നല്ല നീല നിറമുള്ള അല്ലേ കുറിഞ്ഞിപ്പൂക്കൾ. എന്താണ് ഒരു അതിസുന്ദരമായ കുറിഞ്ഞിപ്പൂക്കൾ? വളരെ ഒരു അത്ഭുതമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ അല്ലെ 12 വർഷത്തിലൊരിക്കലാണ് എന്ത് പൂക്കുന്നത്? ഈ കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്നത് അല്ലെ, പൂവിടുന്നത്. അപ്പൊ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞു ഉലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എന്താ ചെയ്യേണ്ടത്? നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ മലയുടെ മുകളിൽ അതിങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാഴ്ച കാണാൻ 12 വർഷത്തിലൊരിക്കലുള്ളൂ. പക്ഷേ ആ കാഴ്ച ഒന്ന് കാണാനൊന്ന് നിങ്ങൾ പോകണം. വളരെ എന്താണ് നമ്മുടെ കണ്ണിനൊക്കെ വളരെയേറെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് അല്ലേ? നമുക്ക് വളരെയേറെ ഇഷ്ടം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആ സമയത്ത് ആ വാർത്തകൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ പാസ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ എത്ര വാടിയാലും മതി വരാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂവിൻ്റെ കടൽ പോലെ, മൂന്നാറ് മുഴുവൻ ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. കടലിൽ എങ്ങനെയാണോ തിരമാലകൾ നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ മൂന്നാറ് മൊത്തം പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. കാറ്റ് വീശുമ്പോൾ തിരയടി ചിളകുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിനും ഒരു സംഗീതമുണ്ട്. എന്താണ്? കാറ്റ് വീശുമ്പോൾ പൂക്കളെല്ലാം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നു ചേർന്ന് നൃത്തം വയ്ക്കുകയാണ്. എന്നിട്ട് എന്താ? അതിനൊരു സംഗീതമുണ്ട് കേട്ടോ. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ അല്ലേ? ഈ പൂവില് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ആര് വരും? തേനീച്ചക്കൂട്ടം വരും അല്ലേ? ഭയങ്കര ഇങ്ങനെ നല്ല മൂളിക്കൊണ്ട് തേനീച്ചക്കൂട്ടം ഇങ്ങനെ എത്തി പതുക്കെ ഈ പൂവിൽ നിന്ന് എന്തെടുക്കും? തേൻ നുകരും. തേൻ നുകർന്നിട്ടോ ആയിരം തുമ്പികൾ വരും. പിന്നെ ആ തുമ്പികൾ അതിൽ പറന്നിരിക്കുവാൻ വരും. ചിത്രശലഭങ്ങൾ വരും. ചെറു കിളികളുടെയും താളവും ഉണ്ട് അല്ലെ? ചെറു കിളികളൊക്കെ വന്ന് ഇതില് ഒന്ന് കൊത്താനൊക്കെ നോക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വരവും ആ കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അത് മാത്രല്ല കേട്ടോ, എന്താ ഉള്ളത്? ഇളങ്കാറ്റിന്റെ തഴുകലുണ്ട്. കാറ്റ് വന്നിങ്ങനെ ഈ പൂക്കളെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ടോ ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. അത് മാത്രമല്ല, ആരൊക്കെയോ ഇത് കണ്ട് ചിരിക്കാറുണ്ട്. വനദേവതകളാകാം. അപ്പോൾ വനത്തിൽ അല്ലേ, കാടിൻ്റെ ആ ഒരു പ്രകൃതിയൊക്കെ സംരക്ഷിക്കുന്ന ദേവതകളാകാം. ആ ദേവതകളാകാം ചിലപ്പോൾ ചിരിക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ കാണുമ്പോൾ ചില ചിരികളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ
ചില ചിരികളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഓർത്തോണം, ആരായിരിക്കും അത്? വനദേവതകളായിരിക്കും. അപ്പോൾ വനദേവതകള് ഈ ഒരു നല്ല സൗന്ദര്യദർശനം നമുക്ക് തന്നുകൊണ്ട് അവര് സന്തോഷിക്കുന്നതാണത്. എന്നിട്ടോ ചെറുചോലകളാവാം, ചെറുചോലകൾ ഉണ്ടാകാം നമ്മുടെ ചുറ്റും, അല്ലെ? മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. ഇത് എങ്ങനെയാണ്? ഇത് പ്രകൃതി സമ്മാനിച്ചതാണ്. ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണോ? മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അല്ല. ഇത് പ്രകൃതി നമുക്ക് സമ്മാനിച്ച ഒരു വരദാനമാണ്, ഒരു അത്ഭുതമാണ്, അല്ലേ? ഈ പൂക്കളൊക്കെ പ്രകൃതിയാണ് നമുക്ക് തന്നത്. ഇത് മനുഷ്യൻ സ്വയം നിർമ്മിച്ച ഒന്നല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊരു ജൈവലോകമാണ്, അല്ലേ? എന്നിട്ടോ കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ കുറിഞ്ഞിപ്പൂവിലെ ഈ തേൻ ഇങ്ങനെ കുടിച്ച് അയ്യോ, വണ്ടുകൾക്ക് എന്താ? വണ്ടുകൾക്ക് ലഹരി പിടിച്ചു. ഇതിലുകളിൽ തന്നെ അവര് ചേർന്നുറങ്ങുന്നത് കാണാം. അങ്ങനെ നമ്മൾക്ക് ഈ പായസം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോൾ ഉറക്കം വരും, അല്ലേ? അല്ലെ മധുരം കുടിച്ചു കഴിയുമ്പോൾ. അപ്പൊ ഈ വണ്ടുകൾക്ക് എന്ത് പറ്റി? ഈ പൂവിലെ കുറിഞ്ഞിപ്പൂവിലെ തേനെല്ലാം കുടിച്ച് അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് വല്ലാതെ ഉറക്കം വന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? വീട്ടിൽ പോയി കിടന്നുറങ്ങായിരുന്നു? ഇല്ല. എവിടെയാണ് കിടന്നുറങ്ങിയത്? അവർ ഇതളുകളിൽ, കുറിഞ്ഞിപ്പൂവിന്റെ ഇതളുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ഉറങ്ങി. അല്ല, ഈ കാഴ്ചയൊക്കെ വളരെ നമ്മൾ കാണേണ്ടതാണ്. അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി എന്താ സംഭവിച്ചത്? മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. അവരുടെ കറുപ്പ് മെയ്യാകെ ഈ പൂവിലുണ്ടാകുന്ന ആ തേൻ നുകരാനായിട്ട് വന്നപ്പോൾ ആ പൊടി പറ്റി അവരുടെ പുറമൊക്കെ, വണ്ടിന്റെ പുറം മൊത്തം എന്താണ്? മഞ്ഞ പൂമ്പൊടി പറ്റി. വായുവിലാകെ അനിർവചനീയമായ ഒരു പരിമളം നിറഞ്ഞുലാവുന്നു. അപ്പോൾ വായുവിലൊക്കെ വല്ലാത്തൊരു സുഗന്ധമാണ്, നമുക്ക് ഇങ്ങനെ മണം പിടിക്കാൻ തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ. എന്താ സംഭവിച്ചത്? വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ സൗന്ദര്യ ലോകത്തിൽ എല്ലാം നേരെ നിന്നുപോയി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും പാഠഭാഗം നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറിപ്പ് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ.